ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ കണ്ടിട്ട് വേണം രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോകാൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉൾപ്പെടുന്ന ഒരു സമൂഹം. അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റേറ്റ് ജനറലും ഫ്രഞ്ച് പാർലമെൻറ്റാണ് ഈ എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഈ എസ്റ്റേറ്റ് ജനറലും എന്താണ്, 3ആയിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. 3 എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നത്. അപ്പം എസ്റ്റേറ്റുകൾ 3ആയിട്ട് തിരിച്ചു. ഈ എസ്റ്റേറ്റുകൾ എന്താണ്, പ്രത്യേകം ഹാളുകളിലാണ് ഈ 3 എസ്റ്റേറ്റും സമ്മേളിച്ചിരുന്നത്. ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്നു പുരോഹിതർക്ക് പ്രതിനിധി സഭയിൽ അംഗത്വമുണ്ടായിരുന്നത്. അതായത് ഈ പുരോഹിതന്മാർ 285 അംഗങ്ങളാണ് ഫ്രഞ്ച് സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ആരാണ്, ഈ പുരോഹിതന്മാരാണ്. അപ്പോൾ ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് പുരോഹിതർ. ഇനി എത്രയാണ് ടോട്ടൽ, 285 അംഗങ്ങളാണ് ഈ ഫ്രഞ്ച് പുരോഹിതന്മാർ ഫ്രഞ്ച് പ്രതിനിധി സഭയിൽ ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് ജനസംഖ്യയിൽ ഏകദേശം 1,40,40,000 മാത്രമായിരുന്നു പ്രഭുക്കൾക്ക് പ്രതിനിധി സഭയിൽ 308 അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ജനസംഖ്യയിൽ ഏകദേശം 1,40,40,000 മാത്രമായിരുന്ന പ്രഭുക്കൾക്ക് പ്രതിനിധി സഭയിൽ അംഗത്വം എത്രയാണ് ഉണ്ടായിരുന്നത്, 308. അപ്പോൾ 285 അംഗങ്ങൾ ആരാ, അത് പുരോഹിതന്മാർ. 308 പേരാരായിരുന്നു, പ്രഭുക്കന്മാരായിരുന്നു. ഇനി
ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിനിധി സഭയിൽ 621 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അംഗത്വം പ്രതിനിധി സഭയിലുള്ളത് ആർക്കാണ്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സാധാരണക്കാർക്കാണ്. 621 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നും രണ്ടും എസ്റ്റേറ്റുകളിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു. അപ്പോൾ ഒന്നും രണ്ടും എസ്റ്റേറ്റ് പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും പരമ്പരാഗതമായിട്ട് കിട്ടിയ അംഗത്വമായിരുന്നു. എന്നാൽ മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അപ്പം മൂന്നാം എസ്റ്റേറ്റിൽ ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി. അപ്പോൾ ഒരു സഭയ്ക്ക്, പുരോഹിതരാണെങ്കിൽ അവർക്ക് ഒരു വോട്ട്, ഓരോ സഭയ്ക്കും ഓരോ വോട്ടുകൾ. ഇനിയിപ്പോൾ പ്രഭുക്കന്മാർക്ക് അതുപോലെ, സാധാരണക്കാർക്ക് അതുപോലെ, അങ്ങനെ ഓരോ സഭയ്ക്കും ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി. ആദ്യത്തെ 2 സഭകളും ഇതിനെ പിന്തുണച്ചു. അപ്പോൾ അവർക്ക് വേറെ ഒന്നുമില്ല, അവർക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയതാണല്ലോ. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഈ ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്ന ഒരു രീതി ഈ ആദ്യത്തെ 2 സഭകളും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എന്ത് ചെയ്തു? പിന്തുണച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാം. അപ്പോൾ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ, പ്രഭുക്കന്മാർ എത്രയാണ്? 621 പ്രഭുക്കന്മാർ, 621 308 പ്രഭുക്കന്മാരും 285 പുരോഹിതരും കൂടി ചേരുമ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുമ്പം ഇവർക്ക് എന്താണ് ഭൂരിപക്ഷം വരും. പക്ഷേ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഭൂരിപക്ഷം ഉണ്ടാവത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഈ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാം എന്നതായിരുന്നു ഇതിൻ്റെ കാരണം. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളുമായി എത്തിച്ചേർന്നവരായിരുന്നു മൂന്നാം എസ്റ്റേറ്റിലെ എല്ലാ പുതിയ പ്രതിനിധികളും. അപ്പോൾ ഈ മൂന്നാം എസ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരായതുകൊണ്ട് ഓരോരുത്തരും എങ്ങനെയാണ്? പുതിയ പ്രതിനിധികളാണ്. എന്നാൽ രാജാവായ ലൂയി 16 ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, അതായത് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ, ഇതൊക്കെ ആയിട്ടാണ് ആര് വരുന്നത്? ഈ മൂന്നാം എസ്റ്റേറ്റുകാർ വരുന്നത്. പക്ഷേ ഇതൊന്നും പരിഹരിക്കാനും കേൾക്കാനും പോലും ആർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല? ലൂയി 16 പരിഹരിക്കാനോ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പാർലമെൻ്ററി സമ്പ്രദായത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതായിരുന്നു ഇതിന് പ്രധാന കാരണം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ലൂയി 16 സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാജാവ് എന്ന പേര് മാത്രമേ ഉള്ളൂ. അദ്ദേഹം രാജകാര്യങ്ങളിലൊന്നും ഒന്നും ഇടപെട്ടിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മേരി ആൻ്റോയിനറ്റാണ് ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമൊന്നും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്, ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ. അപ്പോൾ എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ, മൂന്നാം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. അപ്പം നമ്മൾ പറഞ്ഞല്ലോ 3 സഭകളെയും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിക്കുന്നതെന്ന്. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ പറഞ്ഞു ഈ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആദ്യത്തെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും അടങ്ങുന്ന ഒരു സഭകൾ ഇതിനെ അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന് എന്ത് ചെയ്തു? 1789 ജൂൺ 17 മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ, ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ എന്നാണ് 1789 1789 എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. 1 അത് കഴിഞ്ഞിട്ട് 7 8 9 അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം എന്ന് പറയുന്നത്. ഈ 1789 ജൂൺ 17 എന്ത് ചെയ്തു? മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ പറഞ്ഞു തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇനി എന്ത് ചെയ്തു? ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ മറ്റ് സഭകൾ ഉണ്ടല്ലോ, ഈ ഉപരിസഭകൾ, അവരുടെ പിന്തുണയോടെ, നമ്മൾ പുരോഹിതന്മാർ പ്രഭുക്കന്മാർ ഇവരുടെയൊക്കെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ, നമ്മുടെ മൂന്നാം എസ്റ്റേറ്റുകാർ അവർ സമ്മേളിച്ചിരുന്ന ഹാൾ എന്ത് ചെയ്തു? അടച്ചിടുകയും
പട്ടാള കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20-ന് ഴാങ് സിൽവിയൻ ബൈലി, അബ്ബേസിയസ്, മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ നമ്മുടെ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അവരാരൊക്കെയാണ്? ഒന്നാമത്തത് ഴാങ് സിൽവിയൻ. അപ്പോൾ ഴാങ് സിൽവിയൻ ബൈലി അതാണ് ഒന്നാമത്തെ ആൾ. ഇനി രണ്ടാമത്തേത് ആരാ? അബ്ബേസിയസ്, പിന്നെ മിറാബോ. അപ്പോൾ ഴാങ് സിൽവിയൻ ബൈലി, അബ്ബേസിയസ്, മിറാബോ. അപ്പോൾ ബൈലി, അബ്ബേസിയസ്, മിറാബോ ഇവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ജൂൺ 20, 1789 ജൂൺ 20 ഇവരെന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഈ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ എന്ത് ചെയ്തു? സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നത് വരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ലെന്നവർ പ്രഖ്യാപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഫ്രാൻസിനൊരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യില്ല? പിരിഞ്ഞു പോകില്ല എന്ന് ഈ മൂന്നാം എസ്റ്റേറ്റുകാർ പ്രഖ്യാപിച്ചു. ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ, ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംഭവമാണ് പാഠഭാഗത്തിൻ്റെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പാഠം തുടങ്ങിയപ്പോഴേ നമ്മൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറഞ്ഞത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നടന്നതെന്നാണ് 1789 ജൂൺ 20 എന്നാണ്, ജൂൺ 20 ഈ ഒരു സംഭവം അരങ്ങേറിയത്. ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഴാങ് സിൽവിയൻ ബൈലിയും അബ്ബേസിയസും മിറാബോയുമാണ്. ഇവരെന്ത് ചെയ്തു? ഈ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികളെല്ലാവരും കൂടിയിട്ട് ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നത് വരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ലെന്നവർ പ്രഖ്യാപിച്ചു. ഈ സംഭവമാണ് എന്ത് ചെയ്തത്? പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ പ്രശസ്തി നേടിയത്. ഈ സംഭവം അപ്പോൾ നമ്മൾ ഇതാണ്, ഈ സമ്മേളനമാണ് പിൽക്കാലത്ത് എന്ത് ചെയ്ത് ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന പേരിൽ വിഖ്യാതമായത്. അപ്പോൾ ഇതാണ് പിന്നീട് ടെന്നീസ് കോർട്ട് അസംബ്ലി ആയി മാറിയത്. അപ്പോൾ ഈ ടെന്നീസ് കോർട്ട് ഓത്ത് പിന്നെന്തായി മാറി? ടെന്നീസ് കോർട്ട് അസംബ്ലി ആയി മാറി. ഇനി ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവും. ലൂയി 16 രാജാവ് തൻ്റെ ഉപദേഷ്ടാവായിരുന്ന നെക്കറെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അപ്പോൾ ലൂയി 16 സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു ആര്? നെക്കർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ ആര് സ്ഥാനഭ്രഷ്ടനാക്കി? ലൂയി 16 അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അപ്പോൾ രാജാവിൻ്റെ ആജ്ഞയല്ലേ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷേ ഈ വാർത്ത എന്ത് ചെയ്തു? കാട്ടുതീ പോലെ പടർന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കയ്യേറി. അപ്പോൾ ജനങ്ങൾ ഇതിൽ പ്രകോപിതരായി. ഇവരെന്ത് ചെയ്തു? പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകൾ അതുപോലെ റൊട്ടിക്കടകൾ ഒക്കെ കയ്യേറി. ആയുധങ്ങൾ സംഭരിച്ച അവർ 1789 ജൂലൈ 14 ബൂർബൺ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന പാരീസിലെ ബാസ്റ്റിൽ കോട്ട തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. അപ്പോൾ 1789 ജൂലൈ 14 ഈ ഒരു സംഭവം നടന്നത്. ബാസ്റ്റൻ ജയിൽ എന്ത് ചെയ്തു? തീയിട്ടത്. അപ്പോൾ ഇവരെ ഈ ബൂർബൺ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന പാരീസിലെ ഒരു കോട്ടയാണ് ഈ പറഞ്ഞ ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത്. ഈ ബാസ്റ്റിൽ കോട്ട എന്ത് ചെയ്തു? തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ആരംഭം എന്തായിരുന്നു? ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നത്. ഫ്രാൻസിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും അക്രമങ്ങൾ അരങ്ങേറി. അപ്പോൾ ഫ്രാൻസിൽ മാത്രമല്ല, നഗരത്തിൽ മാത്രമല്ല, പാരീസ് നഗരത്തിൽ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിലും ഈ ഒരു അക്രമം അരങ്ങേറി. നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിനിരയായി. അപ്പം നികുതി പിരിച്ചുകൊണ്ടിരുന്നവർക്കെതിരെയൊക്കെ ജനങ്ങൾ എന്ത് ചെയ്തു? തിരിഞ്ഞു.
ജനരോഷം ഭയന്ന ലൂയി 16 ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി. അപ്പം ജനങ്ങളൊക്കെ പ്രകോപിതരായാൽ എന്ത് സംഭവിക്കും? ലൂയി 16 കൊണ്ട് ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി. അപ്പം നാഷണൽ അസംബ്ലി, നമ്മുടെ ദേശീയ സഭ, മൂന്നാം എസ്റ്റേറ്റുകാർ അവരുടെ താല്പര്യങ്ങളൊക്കെ അംഗീകരിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി? രാജാവായ ലൂയി 16 അംഗീകാരം നൽകി. ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തേത് അടിമത്തം നിർത്തലാക്കി. ഫ്രാൻസിൽ അടിമത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അടിമത്തം നിർത്തലാക്കി. പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാർക്കൊക്കെ പ്രത്യേക അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി. അപ്പോൾ ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് കരം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ സാധാരണക്കാർ. അപ്പോൾ ഈ ഒരു കരം എന്ത് ചെയ്തു? നിർത്തലാക്കി. അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. ഇതൊക്കെയാണ് നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ സഭ എന്ത് ചെയ്തു? നിയമനിർമ്മാണം വഴി കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിലൊന്നാമത്തത് അടിമത്തം നിർത്തലാക്കി. പിന്നെ പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി. അധികമായി ചുമത്തിയിരുന്ന നികുതികളൊക്കെ റദ്ദാക്കി. ഇനി സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവവും. ഫ്രഞ്ച് വിപ്ലവത്തെ സ്ത്രീകൾ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവവും. ഭക്ഷ്യക്ഷാമവും ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ എന്ത് ചെയ്തു? സ്ത്രീകൾ പ്രകോപിതരായി. ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 ആ ഒരു നയങ്ങളൊക്കെ ഇവരെ എന്ത് ചെയ്തു? പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചു. ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാമഗ്രികൾ, വാള്, കുന്തം, തോക്ക് എന്നിവയും കയ്യിലേന്തി ബൂർബൺ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. അപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്തു? നമ്മുടെ വേഴ്സായ് കൊട്ടാരത്തിൽ, പാരീസിലാണ് വേഴ്സായ് കൊട്ടാരം. അതിൻ്റെ പ്രത്യേകത എന്താണ്? ബൂർബൺ രാജാക്കന്മാരുടെ വസതിയാണ് ഈ പാരീസിലെ വേഴ്സായ് കൊട്ടാരം. ഈ കൊട്ടാരത്തിലേക്ക് എന്ത് ചെയ്തു? മാർച്ച് ചെയ്തു. അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവം പാരീസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ രാജാവും കുടുംബവും എന്ത് ചെയ്തു? നിർബന്ധപൂർവം പാരീസിലേക്ക് കൊണ്ടുവന്നു. ഗത്യന്തരമില്ലാതെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി 16 എന്ത് ചെയ്തു? ഉറപ്പ് കൊടുത്തു. അപ്പോൾ അവസാനം രാജാവിനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ പറഞ്ഞു എന്ത്? പിന്നെ ഉറപ്പായിട്ട് ലൂയി 16 ജനങ്ങളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് എന്ത് ചെയ്തു? ഉറപ്പ് കൊടുത്തു. ഫ്രാൻസിലെ പ്രശസ്ത നാടകകൃത്തും പൊതുപ്രവർത്തകയുമായിരുന്ന ഒളിമ്പ് ദേ ഗൂഷ്. അപ്പോൾ ഫ്രാൻസിലെ പ്രശസ്തയായ നാടകകൃത്താണ്, അതുപോലെ പൊതുപ്രവർത്തകയുമായിരുന്നു. ആരാ? ഒളിമ്പ് ദേ ഗൂഷ്. വിപ്ലവകാലത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകളുടെ, നമ്മൾ പറഞ്ഞല്ലോ, സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു? യുദ്ധത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചു. ഒരുപാട് പേര് മുന്നോട്ട് വന്നു. അങ്ങനെ മുന്നോട്ട് വന്നവരിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഫ്രാൻസിലെ പ്രശസ്തരായ ഒരു നാടകകൃത്തും അതുപോലെ പൊതുപ്രവർത്തകയുമായിരുന്നു ആരാ? ഒളിമ്പ് ദേ ഗൂഷ് എന്ന് പറയുന്നത്. സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്നവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ, നമ്മൾ പറഞ്ഞല്ലോ, നാടകകൃത്തായിരുന്നു, എഴുത്തുകാരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ സ്ത്രീയുടെയും പൗരരുടെയും അവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ. അപ്പോൾ സ്ത്രീകളുടെയും പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? പുരുഷന്മാരുടെ അതേ അവകാശങ്ങൾ ആർക്ക് കൂടി വേണം? സ്ത്രീകൾക്ക് കൂടി വേണമെന്നവർ ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശങ്ങളുമുള്ള സാമൂഹിക ഘടനയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. അപ്പോൾ ഇവർ പറഞ്ഞു എന്താണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമൂഹത്തിൽ തുല്യ അവകാശങ്ങൾ വേണം എന്നാണ് ഇവർ പറഞ്ഞത്.
സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം ഴാങ് റോളണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിലെ സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടിയൊക്കെ വാദിച്ച മറ്റൊരു വനിത ആരാ? മാഡം ഴാങ് റോളണ്ട് ആണ്. സ്ത്രീകളുടെ ഈ അവകാശ സമരത്തിന് ചില നേട്ടങ്ങളുണ്ടായി. സ്വത്തിന്മേലുള്ള അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശം എന്നിവ അവയിൽ ചിലതാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന അവകാശങ്ങളിൽ കുറച്ച് വരുന്നത് ഏതൊക്കെയാണ്? സ്വത്തിന്മേലുള്ള അവകാശം സ്ത്രീകൾക്ക് നൽകി, അതുപോലെ വിവാഹമോചനം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശവും ആർക്ക് നൽകുകയുണ്ടായി? സ്ത്രീകൾക്ക് നൽകുകയുണ്ടായി. ഇനി അടുത്ത് വസ്ത്രം പ്രതിഷേധത്തിൻ്റെ പ്രതീകം. അപ്പോൾ വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വസ്ത്രം പ്രതിഷേധത്തിൻ്റെ പ്രതീകം. ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ടുവരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാൻ്റായിരുന്നു. അപ്പോൾ ഫ്രാൻസിൽ പണമുള്ള ആൾക്കാർ, അതായത് ഉയർന്ന ആളുകൾ ധരിച്ചിരുന്നത് എന്താണ്? പരമ്പരാഗതമായിട്ട് അവർക്കുള്ളതായിരുന്നു കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ. അപ്പോൾ കാൽമുട്ട് വരെ ഇറക്കമുള്ള ആ ഒരു വസ്ത്രത്തിന് പറയുന്ന പേരാണ് ബ്രീച്ച് എന്ന്. ഇത്തരത്തിലുള്ള ഒരു പാൻസ് ആയിരുന്നു. ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാൻ്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? സാധാരണക്കാരും അവരുടെ, അതായത് പരമ്പരാഗതമായിട്ട് ഉയർന്ന ജാതിക്കാർക്കുണ്ടായിരുന്ന അതേ വസ്ത്രങ്ങൾ, അതേ രീതിയിലുള്ള ആ ഒരു വസ്ത്രങ്ങൾ ആരും ധരിക്കാൻ മുന്നോട്ട് വന്നു? സാധാരണക്കാരും ധരിക്കാൻ തുടങ്ങി. ഇത് ഒരു നീളമുള്ള ട്രൗസറാണ് കേട്ടോ ഈ പാൻ്റലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ സാൻസ്കുലോട്ടുകൾ എന്നറിയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നീളമുള്ള ട്രൗസറുകൾ ധരിച്ചു കൊണ്ടുവന്ന ഇവരെ അറിയപ്പെട്ടിരുന്ന പേരാണ് സാൻസ്കുലോട്ടുകൾ. സാൻസ്കുലോട്ടുകൾ എന്ന പേരിലാണ് ഈ ഒരു നീളൻ ട്രൗസറുകളൊക്കെ ധരിച്ചു കൊണ്ടുവരുന്ന, പാൻ്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിച്ച ആ വ്യക്തികളെ അറിയപ്പെടുന്ന പേരെന്താണ്? സാൻസ്കുലോട്ടുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി പാൻ്റലോൺ മാറി. അപ്പോൾ ഈ വിപ്ലവാനുകൂലികൾ എന്ത് ചെയ്തു? അവരുടെ പ്രതീകമായിട്ട് പാൻ്റലോൺ മാറി. കൂടുതൽ ആളുകൾ പാൻ്റലോൺ ധരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പാൻ്റലോൺ എന്ത് ചെയ്തു? വിപ്ലവത്തിൽ ചേർന്നവരൊക്കെ ഈ പാൻ്റലോൺ ധരിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തു? പാൻ്റലോൺ ധരിച്ച് വിപ്ലവം അങ്ങനെ ജനകീയമായി മാറി എന്നതിൻ്റെ തെളിവാണ് നമ്മളിവിടെ പറഞ്ഞത്. ഫ്രിജിയൻ തൊപ്പിയും വിപ്ലവത്തിൻ്റെ പ്രതീകമായിരുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ട നീളമുള്ള പാൻറ്. സാൻസ്കുലോട്ട് ദമ്പതികളാണ് ഇവർ കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? നല്ല നീളമുള്ള പാൻറ്റും അതുപോലെ തന്നെ ഒരു തൊപ്പിയുണ്ട്. അപ്പോൾ ആ തൊപ്പിക്ക് പറയുന്ന പേരെന്താണ്? ഫ്രിജിയൻ തൊപ്പി എന്നാണ്. ഫ്രിജിയൻ തൊപ്പിയും വിപ്ലവത്തിൻ്റെ പ്രതീകമായിരുന്നു. അപ്പോൾ ഫ്രിജിയൻ തൊപ്പി, ഈ കാണുന്ന തൊപ്പിയാണ് ഫ്രിജിയൻ തൊപ്പി. ഇവിടെ ഇതാണ് ഫ്രിജിയൻ തൊപ്പി. അപ്പോൾ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫ്രിജിയൻ തൊപ്പി ധരിച്ചത്. അപ്പോൾ തൊപ്പിയുടെ പ്രത്യേകത എന്താണ്? അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫ്രിജിയൻ തൊപ്പി ധരിച്ചത്. അപ്പോൾ ഈ ചുവപ്പ് നിറമുള്ള ഫ്രിജിയൻ തൊപ്പി ഇവർ ധരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള സൂചകമായിട്ട്. ഇനി നമ്മൾ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പുതിയ ഭരണഘടന വന്നു ഫ്രാൻസിൽ. സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ നിങ്ങൾ വായിച്ചത്. അപ്പോൾ ഫ്രാൻസിലെ ദേശീയ സഭ തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗം,
അതാണ് ഇത്. സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും അതുപോലെ എന്താണ് ജീവിക്കുന്നതും. ഈ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, അത് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ത് ചെയ്തു? ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന ഫലമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങളിലൊന്ന് എന്താണെന്ന് നമുക്ക് പറയാം. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഈ ഒരു ഭാഗമാണ്. അതായത് ഫ്രഞ്ച് മനുഷ്യാവകാശ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം, അത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫലമാണ്. 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. അപ്പോൾ ഒന്നാമത് പറയുന്നത് എന്താണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളും എന്താണ് ചെയ്യുന്നത്? അവരുടെയൊക്കെ ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. അപ്പം എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ് എന്നു പറയുന്നത് നമ്മുടെ ഇതിൻ്റെ മറ്റൊരു നമ്മുടെ എന്താണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ മറ്റൊരു ആശയം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം എന്താണ്? മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അതിലെന്തൊക്കെയുണ്ട്? അവരുടെ സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം വരുന്നുണ്ട്, അവരുടെ സ്വത്ത്, അവരുടെ സുരക്ഷിതത്വം, ഇനി അവരെ അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു അവിഭാജ്യമായ അവകാശങ്ങൾ എന്നതിൽ ഉൾപ്പെടുന്നത്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ എല്ലാ പരമാധികാരവും ആർക്ക് തന്നെയാണ്? അത് രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു, രാഷ്ട്രത്തിന് തന്നെയാണ്. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് എന്തിലുള്ളത്? സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഹാനികരമല്ലാതെ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. അപ്പോൾ നിയമം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം. അപ്പോൾ ഇത്രയുമാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെന്ന് പറയുന്നത്. ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. അവയിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ ദേശീയ സഭ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങൾ എന്തെല്ലാമെന്ന് ചോദിക്കാം. ഒന്നാമത്തേത് എന്താണ്? രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അപ്പോൾ ഒരു ഏകീകൃത ഭരണഘടന രാജ്യത്താകമാനം നടപ്പിലാക്കി. രണ്ടാമത്തെ എന്താണ്? അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. അപ്പോൾ അസൈനാറ്റ് എന്ന പേരിൽ എന്ത് ചെയ്തു? പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. അപ്പോൾ ഫ്രാൻസ് ദേശീയ സഭ പുറത്തിറക്കിയ ഒരു കടലാസ് കറൻസിയുടെ പേരാണ് അസൈനാറ്റ്. മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുകൾ കണ്ടുകെട്ടി. അപ്പോൾ ഈ മതമേധാവികൾ പുരോഹിതന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് സ്വത്തുകൾ ഉണ്ടായിരുന്നല്ലോ, ഈ സ്വത്തുകളൊക്കെ കണ്ടെത്തി. പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. അപ്പോൾ ഫ്രാൻസിൽ പൂർണ്ണമായിട്ടും എന്താണ്? മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി മാറി. അപ്പോൾ പുരോഹിതന്മാർ ആരായി മാറി? ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായിട്ട് മാത്രം മാറി. ഇനി നമ്മൾ പറയുന്നത് ഈ അസൈനാറ്റ് എന്താണെന്ന് ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അസൈനാറ്റ് എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് അസൈനാറ്റ്. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. അപ്പോൾ ഈ കാണുന്നതാണ് ആ പേപ്പർ കറൻസി. അപ്പോൾ ഈ പേപ്പർ കറൻസിയുടെ പേരാണ് എന്ത്? അസൈനാറ്റ് എന്ന് പറയുന്നത്.
ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് ഇറക്കിയ എന്തിനാണ്? ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ ഗവൺമെൻറ് അതിൻ്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടിച്ചിറക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ചെലവുകൾ വഹിക്കുന്നതിനായിട്ട് ഗവൺമെൻറ് ചെലവുകൾക്കായിട്ട് എന്ത് ചെയ്തു? അമിതമായ അളവിൽ ഈ ഒരു അസൈനാറ്റ് അങ്ങോട്ട് അടിച്ചിറക്കാൻ തുടങ്ങി. ഇത് എന്തിന് കാരണമായി? വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? പണപ്പെരുപ്പം വർദ്ധിച്ചു, അതുപോലെ മൂല്യത്തകർച്ച, കറൻസിക്ക് മൂല്യത്തകർച്ച വന്നു. അങ്ങനെയാണ് 1796 ആയപ്പോഴേക്കും അസൈനാറ്റിൻ്റെ മൂല്യം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അപ്പോൾ 1796 ആയപ്പോഴേക്കും എന്ത് ചെയ്തു? ഇതിന് മൂല്യം ഉണ്ടായില്ല, മൂല്യ തകർച്ച നേരിട്ടു. ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. 1792 ദേശീയസഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു. അപ്പോൾ 1792 ആയപ്പോൾ എന്ത് ചെയ്തു? ദേശീയസഭയുടെ സ്ഥാനത്ത് ഒരു പുതിയ കൺവെൻഷൻ നിലവിൽ വന്നു. അതാണ് നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അപ്പോൾ നാഷണൽ കൺവെൻഷൻ ഫസ്റ്റ് ചെയ്തത് എന്താണ്? അവർ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ ലൂയി 16 രാജാവായിരുന്ന ലൂയി 16 എന്ത് ചെയ്തു? വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. അപ്പോൾ ആരുടെ കൈകളിലായി ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം? ജാക്കോബിനുകളുടെ കൈകളിലായി. ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിന് വേണ്ടി പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്? യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ എന്നിവരെന്ത് ചെയ്തു? ഫ്രാൻസിനെ ആക്രമിച്ചു. ആ സമയത്ത് ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബ്രിട്ടനെയും ഓസ്ട്രിയയെയും റഷ്യയെയും ഒക്കെ നേരിടുന്നതിന് വേണ്ടി ഇവർ രൂപീകരിച്ച കമ്മിറ്റിയാണ് എന്ത്? പൊതുരക്ഷാ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ അരങ്ങേറിയത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി എന്ന് പറയുമ്പം ഇവരെന്ത് ചെയ്തു? അതിഭീകരമായ ഭരണമാണ് പാരീസിൽ നടത്തിയത്. പാരീസ് നഗരത്തിൻ്റെ ഭരണം ടാൻറ്റൺ, അതുപോലെ ഹെബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. അപ്പോൾ പാരീസിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ നമ്മുടെ പൊതുരക്ഷാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണം നടന്നു എന്ന് പറഞ്ഞു. ഇതിന് പാരീസ് നഗരത്തിൻ്റെ ഭരണം ആരുടെ കയ്യിലൊക്കെയാണ്? ടാൻറ്റൺ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. പ്രഭുക്കൾ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനം പ്രതി രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കാരാഗൃഹത്തിൽ അടച്ചു. അപ്പോൾ ഇവരെന്താ ചെയ്തത്? പ്രഭുക്കൾ, പുരോഹിതന്മാർ, അതുപോലെ മറ്റ് രാജാവിനെ അനുകൂലിക്കുന്നവർ, ഇവരെയൊക്കെ എന്ത് ചെയ്തു? ദിനം പ്രതി രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കാരാഗൃഹത്തിൽ അടച്ചു. ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. അപ്പോൾ അത്രയും ക്രൂരത ഉള്ള ഒരു ഭരണമാണ് ഇവരുടെ കാഴ്ചവെച്ചത്. ഇതാണ് കുപ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. അപ്പോൾ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞു പ്രഭുക്കളെയും പുരോഹിതന്മാരെയും രാജാവിനെ അനുകൂലിക്കുന്നവരെയും ഇവരെന്ത് ചെയ്തു? രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തിയിട്ട് അവരെയൊക്കെ കാരാഗൃഹത്തിലടച്ചു. ഈ കാരാഗൃഹം നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ചിട്ട് കൊലപ്പെടുത്തി. ഈ ഒരു ഇതാണ് കുപ്രസിദ്ധമായ എന്തെന്നറിയപ്പെടുന്നത്? സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവ സമയത്ത്
രംഗത്തിറങ്ങിയ ഒരു പുതിയ യന്ത്രം, അതാണ് എന്ത്, പ്രത്യേക യന്ത്രം, അതാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്തു, ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ യന്ത്രമാണ് ഗില്ലറ്റിൻ. ഭീകരവാഴ്ചയുടെ കാലത്ത് അനേകായിരങ്ങളുടെ മരണത്തിന് കാരണക്കാരായ റിപ്പബ്ലിക്കിൻ്റെ നേതാക്കന്മാരും ഒടുവിൽ എന്ത് ചെയ്തു, ഇതേ രീതിയിൽ ഗില്ലറ്റിന് വിധേയരായി വധിക്കപ്പെട്ടു. അപ്പോൾ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ഗില്ലറ്റിൻ കൊണ്ട് ആളുകളെ ഭീകരവാഴ്ച നടത്തി അവരെയൊക്കെ വധിച്ച ഈ നേതാക്കന്മാരും എന്തിനിരയായി, ഗില്ലറ്റിന് വിധേയരായി വധിക്കപ്പെട്ടു. അങ്ങനെ വിപ്ലവകാരികൾ നിലവിലെ കലണ്ടർ ഉപേക്ഷിക്കുകയും പുതിയ വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ആ വിപ്ലവ കലണ്ടറിനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും. അപ്പം ആരാണ് ജാക്കോബിനുകൾ, ആരാണ് ജിറോണ്ടിസ്റ്റുകൾ എന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിൻ എന്നറിയപ്പെട്ട സംഘം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഏതാണ് രാഷ്ട്രീയ സാമൂഹ്യ വിഭാഗമാണ് ജാക്കോബിൻ സംഘം എന്ന് പറയുന്നത്. ജാക്കോബിൻ കോൺവെന്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതുകൊണ്ടാണ് ഇവരെ ജാക്കോബിനുകൾ എന്നറിയപ്പെട്ടത്. അപ്പോൾ ഇവർ യോഗം ചെയ്തിരുന്നത് എവിടെയാ, ജാക്കോബിൻ കോൺവെന്റിലാണ്. അതുകൊണ്ട് ഇവരെ എന്തെന്നറിയപ്പെട്ടു, ജാക്കോബിനുകൾ എന്നറിയപ്പെട്ടു. ഈ സംഘത്തിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു റോബസ്പിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, റോബസ്പിയർ പാരീസിൽ ഭരണം കൈയാളിയിട്ട് ആളുകളെയൊക്കെ കൊന്നിറക്കിയ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു റോബസ്പിയർ. അക്കാലത്തെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരാണ് ഈ ജാക്കോബിനുകൾ എന്ന് പറയുന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. ജിറോണ്ടിസ്റ്റുകൾ ആരാ, ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രബല വിഭാഗമാണ് ജിറോണ്ടിസ്റ്റുകൾ. ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്ത് നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഇവർ. അപ്പോൾ ഇവരെവിടെ നിന്ന് വന്നവരാണ്, ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് എന്ന പ്രദേശത്ത് നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളാണ് ജിറോണ്ടിസ്റ്റുകൾ. ഇവരിൽ ജാക്കോബിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ മിതവാദി നിലപാടുകൾ സ്വീകരിച്ചു. അപ്പോൾ ജാക്കോബിനുകൾ തീവ്രവാദ മനോഭാവമുള്ളവരായിരുന്നുവെങ്കിൽ ജിറോണ്ടിസ്റ്റുകൾ മിതവാദി നിലപാട് സ്വീകരിച്ചവരായിരുന്നു. ഭൂ ഉടമകളും വ്യാപാരികളുമായ ഉന്നത വർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ഇവർ. അപ്പോൾ ഇവരാരാ, ഭൂവുടമകളും വ്യാപാരികളും ഒക്കെയായ ഉന്നത വർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ആരെന്ന് പറയുന്നത്, ജിറോണ്ടിസ്റ്റുകൾ. ഇനി നമ്മൾ വിപ്ലവ കലണ്ടറിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരം, അപ്പോൾ ഫ്രാൻസിൽ അതുവരെ നിലവിലുണ്ടായിരുന്ന കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണ് വിപ്ലവ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വിപ്ലവ കലണ്ടർ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1793 ഒക്ടോബർ മാസത്തിൽ നിലവിൽ വന്ന കലണ്ടറാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ വിപ്ലവ കലണ്ടർ എന്ന് പറയുന്നത്. വിപ്ലവ കലണ്ടർ എന്ന പേരിൽ പ്രശസ്തമായ ഈ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22-നാണ്. അപ്പോൾ ഫ്രാൻസ് റിപ്പബ്ലിക്കായതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1792 സെപ്റ്റംബർ 22-നാണ് ഫ്രാൻസ് എന്തായിട്ട് മാറിയത്, റിപ്പബ്ലിക്കായി മാറിയത്. 1792 സെപ്റ്റംബർ 22. ഈ കലണ്ടറിൽ 7 ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആഴ്ചകൾ പറയുന്നതിന് പകരം ഈ കലണ്ടറിൽ എന്താ ഉണ്ടായിരുന്നത്, 10 ദിവസമുള്ള 3 ദശകങ്ങൾ. അപ്പോൾ 3 10 30 അല്ലേ, അപ്പോൾ 30 ദിവസങ്ങൾ ഈ കലണ്ടറിൽ ഉണ്ടായിരുന്നു. 10 ദിവസമുള്ള 3 ദശകങ്ങൾ. ഈ കലണ്ടർ പൂർണ്ണമായും ഒരു മതേതര കലണ്ടറായിരുന്നു. അപ്പോൾ ഒരു മതേതര കലണ്ടറായിരുന്നു ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഫ്രാൻസിലെ വിപ്ലവ കലണ്ടർ എന്ന് പറയുന്നത്. വിപ്ലവത്തിൻ്റെ 12-ാം വർഷം വരെ, അതായത് 1801 വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ പ്രചാരത്തിലിരുന്നത്. അപ്പോൾ ഫ്രാൻസിൽ വിപ്ലവ കലണ്ടർ ഏത് വർഷം വരെ പ്രചാരത്തിലിരുന്നു എന്ന് ചോദിച്ചാൽ 1801 വരെ വിപ്ലവ കലണ്ടർ ഫ്രാൻസിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് ഗില്ലറ്റിനെ കുറിച്ചാണ്. ഗില്ലറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് 1789 മുതൽ 1799 വരെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 1789 മുതൽ 10 വർഷം 1799 വരെ. അപ്പോൾ 10 വർഷക്കാലം നീണ്ടു നിന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം.
ഈ ഫ്രഞ്ച് വിപ്ലവകാലത്ത് കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഭയാനകമായ ഉപകരണമാണ് ഗില്ലറ്റിൻ. അപ്പോൾ എന്താണ്, പെട്ടെന്ന് എങ്ങനെയാണ് കൂടുതൽ പേരെ ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിനുള്ള ഉപകരണമാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗില്ലറ്റിൻ്റെ പേരിലാണ് ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ടിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നിർദ്ദേശിച്ചത് ആരാണ്? ഈ ഒരു ആശയം കൊണ്ടുവന്നത് ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ടിൻ എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം അറിയപ്പെടുന്നത്. ലൂയി 16 രാജാവിനെയും മാരി ആൻ്റോയിനറ്റ് രാജ്ഞിയെയും ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് വധിച്ചത്. അപ്പോൾ മേരിയെയും അതുപോലെ തന്നെ ലൂയിയെയും വധിച്ചത് ഏത് വെച്ചിട്ടാണ്? ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ്. ഭീകരവാഴ്ചയുടെ വിപ്ലവ നേതാവായിരുന്ന റോബർസ്പിയറിനെയും ഗില്ലറ്റിന് വിധേയമാക്കി. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഭീകരവാഴ്ച കാലത്ത് വിപ്ലവ നേതാവായിരുന്നു ആര്? റോബസ്പിയർ എന്ന് പറയുന്നത്. ജാക്കോബിനുകളിൽ റോബസ്പിയർ ആയിരുന്നു വിപ്ലവ നേതാവ്. അദ്ദേഹത്തെയും എന്ത് ചെയ്തു? ഗില്ലറ്റിന് വിധേയമാക്കി. അടുത്ത പുതിയ ഭരണഘടന വരുന്നു. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം 1795 ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ ഭീകരവാഴ്ചയൊക്കെ അവസാനിച്ചു. 1795 ആയപ്പോഴേക്കും എന്ത് ചെയ്തു? ഫ്രാൻസിൽ 1795 ആയപ്പോഴേക്കും ഫ്രാൻസിൽ എന്ത് ചെയ്തു? ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. ഇത് പ്രകാരം 5 അംഗങ്ങൾ അടങ്ങിയ സമിതിയാണ് ഭരണം നിർവഹിച്ചത്. അപ്പോൾ ഈ പുതിയ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ ആരാ ഉണ്ടായിരുന്നത്? 5 അംഗങ്ങൾ അടങ്ങിയ ഒരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയാണ് ഭരണമൊക്കെ നിർവഹിച്ചത്. ഈ ഭരണ സംവിധാനം ഡയറക്ടറി എന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ പുതിയ ഭരണഘടനയെ അറിയപ്പെട്ട പേരാണ് എന്ത്? ഭരണ സംവിധാനത്തെ അറിയപ്പെട്ടതാണ് ഡയറക്ടറി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അഴിമതിയും കെടുകാര്യസ്ഥതയും ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. അപ്പോൾ അതും എന്താണ്? അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെയുള്ള ഒരു ബോർഡായിരുന്നു ഈ ഡയറക്ടറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും അവർക്ക് പുതിയ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കടന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിലുള്ള വിശ്വാസം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഫലം ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയാണ്. അപ്പോൾ ഫ്രാൻസിൽ ഫ്യൂഡലിസം തകർന്നു. ഏതിലൂടെയായി? ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ. പഴയ ഭരണത്തിലുണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടെ ഇല്ലാതായി. അപ്പോൾ പഴയ ഭരണത്തിലുണ്ടായിരുന്ന കുറേ നിയമങ്ങളൊക്കെ ഈ വിപ്ലവത്തോടെ എന്ത് ചെയ്തു? എടുത്ത് കളഞ്ഞു. സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി തീർന്നു. അപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ആരുടെ കയ്യിലെത്തി? ഇടത്തരക്കാരുടെ കൈവശമായി തീർന്നു. പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന എല്ലാത്തരം ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു. അപ്പോൾ പ്രഭുക്കന്മാരുടെ ഭൂമി കണ്ടെത്തി അവരുടെ ആനുകൂല്യങ്ങളൊക്കെ ഒഴിവാക്കി. ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം അഥവാ മെട്രിക് സമ്പ്രദായം എന്ത് ചെയ്തു? നടപ്പിലാക്കിയതോടെ അളവ് തൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു. അപ്പോൾ ഫ്രാൻസിൽ എന്ത് ചെയ്തു? അളവ് തൂക്ക സമ്പ്രദായം അഥവാ അല്ലെങ്കിൽ മെട്രിക് അളവുകൾ നിലവിൽ വന്നു. ഇത് എന്തിന് കാരണമായി? അളവ് തൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മ അവസാനിപ്പിച്ചു. ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മറ്റൊരു അനന്തരഫലമാണ് എന്തെന്ന് പറയുന്നത്? ആധുനിക ദേശീയത. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെ അല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? രാജവംശത്തിലൂടെ അല്ല, മറിച്ച് എങ്ങനെയാണ്? ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് എന്ത് ചെയ്തത്? രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, മറിച്ച് എന്താണ്? ഫ്രഞ്ച് ജനത ഒന്നാകെയാണ്, അല്ലെങ്കിൽ അവരൊന്നാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയ്ക്കൊപ്പം വളർന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ
ദേശീയതയ്ക്കൊപ്പം വളർന്ന മറ്റൊരാശയം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അതാണ് നമ്മുടെ ജനാധിപത്യ ഭരണക്രമം എന്ന് പറയുന്നത്. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് എന്തൊക്കെയാണ് ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടത്? അതായത് നമ്മുടെ റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണം കൊണ്ടുവന്നത് ഏതിലൂടെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. അപ്പോൾ 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളെയും എന്ത് ചെയ്തു? ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. നെപ്പോളിയനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാൾ കൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു. അപ്പോൾ ഇതാരുടെ വാക്കുകളാണ്? ഇതാണ് നെൽസൺ മണ്ടേലയുടെ വാക്കുകളെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് വേറൊന്നുമല്ല, ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വെച്ചു എന്നാണ് നെപ്പോളിയൻ ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞത്. ഫ്രാൻസിൽ നിലവിലിരുന്ന ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്തപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്കുകളാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണെന്ത്? ഈ പറഞ്ഞ വാക്കുകൾ. നെപ്പോളിയൻ ഈ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അരാജകത്വത്തിലേക്ക് വഴുതിമാറിയ ഫ്രഞ്ച് സമൂഹത്തെയും തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതിനെയുമാണ് നെപ്പോളിയൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പം നെപ്പോളിയൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് പറഞ്ഞല്ലോ. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു നെപ്പോളിയൻ. അപ്പം നെപ്പോളിയൻ ആരായിരുന്നു? ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു നമ്മുടെ നെപ്പോളിയൻ എന്ന് പറയുന്നത്. ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. അപ്പോൾ നെപ്പോളിയൻ വന്നപ്പോൾ ഈ ഡയറക്ടറിയൊക്കെ എടുത്ത് കളഞ്ഞു. ഡയറക്ടറിക്ക് പകരം എന്ത് വന്നു? 3 കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. ഇതിൻ്റെ 1-ാം കോൺസൽ നെപ്പോളിയൻ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ 3 കോൺസ്യൂൽ ഉണ്ടല്ലോ, അതിൽ 1-ാം കോൺസ്യൂൽ എന്ന് പറയുന്നത് നെപ്പോളിയൻ തന്നെയായിരുന്നു. താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം അധികാരമേറ്റു. തുടർന്ന് അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണെന്ന്. ഇനി നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പരിഷ്കാരങ്ങൾ അതിലൊന്നാമത്തേത് നിയമ പരിഷ്കാരങ്ങളാണ്. നെപ്പോളിയൻ കൊണ്ടുവന്ന നിയമ പരിഷ്കാരങ്ങൾ എന്തൊക്കെ? നെപ്പോളിയൻ്റെ നിയമസംഹിത, നെപ്പോളിയൻസ് കോഡ് ഓഫ് ലാ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നെപ്പോളിയൻസ് കോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഫ്യൂഡൽ നിയമങ്ങൾ ആരവസാനിപ്പിച്ചു? നെപ്പോളിയൻ അവസാനിപ്പിച്ചു. സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു. അതൊന്നാമത്തതാണ് അപ്പോൾ നെപ്പോളിയൻ്റെ നിയമ പരിഷ്കാരം. ഇനി കൺകോർഡറ്റ്, നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറിനെയാണ് കൺകോർഡറ്റ് എന്ന് പറയുന്നത്. അപ്പം നെപ്പോളിയനും കത്തോലിക്ക സഭയുടെ പോപ്പും തമ്മിൽ എന്തുണ്ടാക്കി? ഒരു കരാറുണ്ടാക്കി. ആ കരാർ എന്തെന്നറിയപ്പെട്ടു? കൺകോർഡറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. അപ്പോൾ പോപ്പുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് എന്ത് ചെയ്തു? കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു. മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. ഇനി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടും ലിസേയ് എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അപ്പം ലിസേയ് എന്ന പേരിൽ അല്ലെങ്കിൽ നെപ്പോളിയൻ സ്ഥാപിച്ച വിദ്യാഭ്യാസ അതായത് വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ലിസേയ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ലിസേയ് എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് ആരാ? അത് നെപ്പോളിയനാണ്. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സർക്കാർ സർവീസിലും സൈന്യത്തിലേക്കും എന്ത് ചെയ്യുക?
ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു. അപ്പോൾ നെപ്പോളിയൻ ആരംഭിച്ച ആ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം അറിയപ്പെട്ട പേരെന്താണ്? യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംവിധാനത്തിലൂടെ, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ അറിയപ്പെട്ട ദേശീയ സർവകലാശാല സമ്പ്രദായത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ ആരാ നിയന്ത്രിച്ചത്? നെപ്പോളിയൻ നിയന്ത്രിച്ചു. ഇനി സാമ്പത്തിക പരിഷ്കാരങ്ങളുണ്ട്. എന്താണ്? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അപ്പം നെപ്പോളിയൻ എന്ത് ചെയ്തു? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അതുപോലെ ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു. ആര്? നെപ്പോളിയൻ. ഇനി സൈനിക പരിഷ്കാരങ്ങളുണ്ട്. സൈന്യത്തിലെ പല ബറ്റാലിയനുകളാക്കി പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ സൈന്യത്തെ എന്ത് ചെയ്തു? അദ്ദേഹം പല ബറ്റാലിയനുകളാക്കി പുനഃസംഘടിപ്പിച്ചു. ഇതൊക്കെയാണ് ഫ്രാൻസിന് വേണ്ടിയിട്ട് ആര് ചെയ്തത്? നെപ്പോളിയൻ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. അപ്പോൾ ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നെപ്പോളിയൻ എന്ത് ചെയ്തു? നിരവധി യുദ്ധങ്ങൾ നടത്തി. ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ നെപ്പോളിയൻ ആരെയൊക്കെ പരാജയപ്പെടുത്തി? ഓസ്ട്രിയയെയും പ്രഷ്യയെയും ഒക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. നെപ്പോളിയൻ്റെ മുഖ്യ ശത്രു ആരാ? ബ്രിട്ടനായിരുന്നു. അപ്പോൾ ബ്രിട്ടനായിരുന്നു നെപ്പോളിയൻ്റെ മുഖ്യ ശത്രു. മികച്ച ഒരു നാവികശക്തിയായ ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ സാധ്യമല്ല എന്നറിയാമായിരുന്ന നെപ്പോളിയൻ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ നെപ്പോളിയൻ അറിയാമായിരുന്നു ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്താണ്? ശക്തമായൊരു നാവികശക്തി ആർക്കുണ്ട്? ബ്രിട്ടനുണ്ട്. അതുകൊണ്ട് നേരിട്ട് ബ്രിട്ടനെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നെപ്പോളിയൻ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതിയൊക്കെ ആരംഭിച്ചു. ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. അപ്പം നെപ്പോളിയൻ എന്ത് ചെയ്തു? സാമ്പത്തികമായി ബ്രിട്ടനെ തകർക്കാൻ വേണ്ടി നെപ്പോളിയൻ ആരംഭിച്ച പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഏത് പറയാം? കോണ്ടിനെൻ്റൽ വ്യവസ്ഥയാണ്. ഇത് പ്രകാരം ഫ്രാൻസിൻ്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി. അപ്പോൾ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാൻസിൻ്റെ അധികാരത്തിലുള്ളതോ അല്ലെങ്കിൽ എന്താണ് സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി. ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? നെപ്പോളിയന് കഴിഞ്ഞില്ല. മാത്രമല്ല ബ്രിട്ടനുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങളിലേക്കും ഇത് നയിച്ചു. അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്തു? ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ നിരന്തരമായിട്ട് യുദ്ധം ആരംഭിച്ചു. ബ്രിട്ടനുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങളിലേക്ക് ഇത് നയിച്ചു. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയനുമായി അന്തിമ വിജയം നേടി. അപ്പോൾ 1815 വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? നെപ്പോളിയൻ പരാജയപ്പെട്ടു. അപ്പോൾ അതാണ് നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ 1815 വാട്ടർലൂ യുദ്ധമാണ്. ബ്രിട്ടൻ നെപ്പോളിയന് മേൽ എന്ത് ചെയ്തു? അങ്ങനെ അന്തിമ വിജയം നേടി.
വിയന്ന സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിച്ച് ആയിരുന്നു. അപ്പോൾ 1815 ഓസ്ട്രിയൻ വിയന്ന സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരാ? ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിച്ച്. ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിച്ചാണ്. ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്നു മെറ്റേണിച്ച്. വിയന്ന സമ്മേളനത്തോടു കൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു. അപ്പോൾ വിയന്ന സമ്മേളനത്തോടു കൂടി എന്ത് ചെയ്തു? യൂറോപ്പിലെ ഫ്രാൻസിൻ്റെ മേധാവിത്വം അവസാനിച്ചു. ഈ വിയന്ന സമ്മേളനത്തിലെ പ്രധാന തീരുമാനങ്ങൾ ഇവർ യോഗം ചേർന്നത് മാത്രമല്ല, ഇവർ 1815 മെറ്റേണിച്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമ്മേളനത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടു. എന്തൊക്കെയായിരുന്നു അത്? യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. അപ്പോൾ ഒന്നാമത് എന്ത് പറഞ്ഞു? യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കാൻ പറഞ്ഞു. രണ്ടാമത്തത് ഫ്രാൻസിൽ ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കുക. അപ്പോൾ ഫ്രാൻസിൽ എന്ത് ചെയ്യണം? ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കണം. ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. അപ്പോൾ ബ്രിട്ടൻ ഒരു നാവിക ശക്തിയുള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ നാവിക മേധാവിത്വം അംഗീകരിക്കണം. അതുപോലെ റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കണമെന്ന് പറഞ്ഞു. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. അതുപോലെ മധ്യ യൂറോപ്പിൽ ആരുടെ മേധാവിത്വം അംഗീകരിക്കണം? ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കണം എന്നൊക്കെ ഈ ഒരു വിയന്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങളായിരുന്നു. അടുത്ത നമ്മൾ പറയുന്നത് ട്രീ ഓഫ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നതിനെ കുറിച്ചാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു അലങ്കാരിക പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നത്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു അലങ്കാരിക പ്രയോഗമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നത്. ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി. അപ്പോൾ ഫ്രാൻസിൽ ഇത് എന്ത് ചെയ്തു? അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെട്ടു പോന്നിരുന്ന ചുവന്ന ഫ്രിജിയൻ തൊപ്പികൾ എന്ത് ചെയ്തു? തൂക്കുകയും ചെയ്തു. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്തു? സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. അവയിൽ എന്ത് ചെയ്തു? മോചനത്തിൻ്റെ പ്രതീകമായി ചുവന്ന ഫ്രിജിയൻ തൊപ്പികൾ തൂക്കുകയും ചെയ്തു. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുമായി നിരന്തരം നമുക്കറിയാം സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് നമ്മുടെ മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ. തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം ആരാ നട്ടു? ടിപ്പു സുൽത്താൻ നടുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളോടുള്ള തൻ്റെ ആഭിമുഖ്യം ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിന് മരം നട്ടത്? ഫ്രഞ്ച് വിപ്ലവത്തോടുള്ള തൻ്റെ ആഭിമുഖ്യവും ബ്രിട്ടീഷ് വിരോധവുമാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ഇവിടെ പ്രകടമായത്. ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും ചേർന്ന് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇത്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ആശയങ്ങൾ പിൽക്കാലത്ത് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.